നമസ്കാരം. സൂര്യനെ നോക്കി ചില നായ്ക്കൾ കുരയ്ക്കാറുണ്ട്. നായ്ക്കളുടെ വിചാരം ഞങ്ങൾ കുരച്ചു കഴിഞ്ഞാൽ ഈ സൂര്യൻ ഉരുണ്ട് വരണ്ട് താഴെ വീഴുമെന്നാണ്. പക്ഷേ ചില കുരയ്ക്കുന്ന നായ്ക്കൾക്കറിയാം ഞങ്ങൾ കുരച്ചതുകൊണ്ട് സൂര്യനൊന്നും പറ്റാൻ പോകുന്നില്ല. എങ്കിലും ഒരു സന്തോഷം, ഒരു തൃപ്തി, അതിനുവേണ്ടിയാണ് ഈ കുരയ്ക്കുന്നത്. നമ്മുടെ നാട്ടിലിരുന്നുകൊണ്ട് ഇറാൻ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തിനെതിരെ പല വിധത്തിലുള്ള അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന, അവർക്കെതിരെ പറയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നിങ്ങൾക്ക് അവരെ അറിയാം. അവരെല്ലാവരും തന്നെ നെതന്യാഹു എന്ന് പറയുന്ന നരാധമനായിട്ടുള്ള ഭരണാധികാരിയുടെ മൂട് താങ്ങികളാണ്. എന്തിനു വേണ്ടിയാണ് അങ്ങേരുടെ മൂട് ഇവർ താങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോലും അറിഞ്ഞുകൂടാ. പക്ഷെ ഞങ്ങൾ താങ്ങിക്കോട്ടെ. അവരോടൊരു ചെറിയ ചോദ്യം ചോദിക്കാനാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇറാനെതിരെ പറയുന്ന എല്ലാവരുടെയും പിരി ഇളകിയിരിക്കുന്ന സമയമാണിത്. അതുകൊണ്ട് ഞാൻ എരുതിയിൽ എണ്ണയൊന്നും ഒഴിക്കുകയല്ല, ഒരു ന്യായമായ ചോദ്യം ചോദിക്കുകയാണ്. നമ്മളെല്ലാവരും പത്രങ്ങളിൽ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ വഴി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്, ഇറാനിൽ നിന്നും നേരിട്ടുള്ള ഫ്ലൈറ്റുകൾ നമ്മുടെ ആൾക്കാരെയും കൊണ്ട് ഡൽഹിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. 2-3 ഫ്ലൈറ്റുകൾ വന്നു കഴിഞ്ഞു. ഇറാൻ്റെ തന്നെ എയർലൈനായിട്ടുള്ള മഹാൻ എയർലൈൻസിലാണ് ഇറാനിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി അവർ പ്രത്യേകമായിട്ട് വ്യോമപാത തുറന്നു കൊടുത്തത്. അതായത് യുദ്ധം മൂലം ഇറാൻ അടച്ച വ്യോമപാത നമ്മുടെ രാജ്യത്തിന് വേണ്ടി മാത്രം അവർ തുറന്നു കൊടുത്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഫ്ലൈറ്റൊന്നും അങ്ങോട്ട് ചെല്ലേണ്ട കാര്യമില്ല, ഞങ്ങളുടെ ഫ്ലൈറ്റിൽ നിങ്ങളുടെ ആൾക്കാരെ അവിടെ എത്തിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് മഹാൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിൽ അവർ ആൾക്കാരെ നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടിനെതിരെ നമ്മുടെ രാജ്യം ശക്തമായൊരു നിലപാടൊന്നും സ്വീകരിച്ചിട്ടില്ല. അതുകൂടാതെ ഇപ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോഴും നമ്മുടെ രാജ്യം അതിനെതിരെ ഒരു പരസ്യ പ്രസ്താവനയും നടത്തിയിട്ടില്ല. എന്നിട്ടും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇങ്ങനെ ഇറാൻ ചെയ്യുമ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യം എത്ര മഹത്തായ ഒരു രാജ്യമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുവരുന്ന സമയത്ത് ഇറാൻ പറഞ്ഞതാണ്, ഇനിയും ആരെങ്കിലുമൊക്കെ അവിടെ നിന്ന് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ വേണ്ടത്ര ഫ്ലൈറ്റ് സർവീസ് നടത്താം. അതുകൂടാതെ അവർ പറഞ്ഞത്, ഇന്ത്യ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ അപലപിച്ചിട്ടില്ല, ഞങ്ങൾക്കതിൽ യാതൊരു വിഷമവുമില്ല, കാരണം ഇന്ത്യയുടെ സ്ഥിതി ഞങ്ങൾക്കറിയാം. ഇന്ത്യ ഇതിൽ എന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം പണ്ട് മുതലേ ഉള്ളതാണ്, അത് അങ്ങനെ തന്നെ തുടരും. ഇന്ത്യ ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നരേന്ദ്രമോദി ഈ കാര്യങ്ങളിൽ അഭിപ്രായമൊന്നും തുറന്ന് പറയാഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹം നമ്മുടെ രാജ്യത്ത് നിന്നും വിവിധ ഇടങ്ങളിൽ പോയി ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ സുരക്ഷയെ കരുതിയാകണം പരസ്യമായിട്ടൊന്നും പറയാഞ്ഞത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ ആൾക്കാരാണ് ഏറ്റവും അധികം പരദേശവാസം ചെയ്യുന്നത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ത്യക്കാരുണ്ട്. അമേരിക്കയിലുണ്ട്, ഇസ്രായേലിലുണ്ട്, അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. ഇപ്പോൾ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ നമ്മുടെ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യം പരസ്യമായിട്ട് ഇസ്രായേലിനെ എതിർത്തുകൊണ്ട് ഇറാൻ അനുകൂലമായിട്ട് ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ ആൾക്കാരെ ദോഷമായിട്ട് ബാധിക്കും എന്ന് നരേന്ദ്രമോദിക്ക് അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹം പരസ്യമായിട്ട് ഒന്നും പറയാഞ്ഞതെന്ന് ന്യായമായിട്ട് നമുക്ക് അനുമാനിക്കാം. അതുമാത്രമല്ല, ഇപ്പോൾ ഇറാൻ്റെ ഈ നടപടിയിലൂടെ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഇപ്പോഴത്തെ യുദ്ധത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട് എന്താണെന്ന് ശ്രീ നരേന്ദ്രമോദി ഇറാനെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇറാൻ്റെ ഒപ്പമാണ്, പക്ഷേ ഈ സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങളത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് അറിയിക്കേണ്ടവരിലൂടെ അദ്ദേഹം ഇറാനെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി വളരെ പ്രത്യേകമായ ഒരു പരിഗണന ഇറാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നതും അവരുടെ രാജ്യത്ത് നിന്ന് പുറത്തേക്കൊന്നും കൊണ്ടുപോകാതെ അവിടെ നിന്ന് തന്നെ നേരിട്ടുള്ള ഫ്ലൈറ്റിൽ, അവരുടെ തന്നെ ഫ്ലൈറ്റിൽ നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കുന്നത്. ഇനി ഇവിടെ ഇരുന്നുകൊണ്ട് ഇറാനെതിരെ ശബ്ദിക്കുന്ന ആൾക്കാരോട് എൻ്റെ ചോദ്യം ഇതാണ്, ഇസ്രായേൽ കയറി ആക്രമിക്കുന്നു, ഇറാനിൽ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്, അവിടെ എല്ലായിടത്തും ഓടി നടന്നവർ ബോംബിടുകയാണ്, അതിൻ്റെ ഇടയിലാണ് പുല്ലുപോലെ ഇറാൻ അവിടെ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് ഫ്ലൈറ്റ് സർവീസ് നടത്തുന്നത്. പുല്ലുപോലെ, അതായത് നിങ്ങൾ ഈ പറഞ്ഞ ഇസ്രായേൽ കയറി തുരുതുര ബോംബിട്ടുകൊണ്ടിരിക്കുന്ന ഇറാൻ്റെ അകത്തു നിന്നും അവരുടെ തന്നെ എയർലൈൻസിൽ നമ്മുടെ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള തൻ്റെ ഇടം നെതന്യാഹുവിനുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. അമേരിക്കയുടെ സപ്പോർട്ടുള്ള, ലോകത്തെ ഏറ്റവും മികച്ച സാങ്കേതികവിദ്യയുള്ള കോടീശ്വരന്മാരുടെ നാടായ
ഒരാൾക്ക് പോലും അങ്ങോട്ട് കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വീമ്പിളക്കുന്ന ഇസ്രായേലിന് അവിടെ നിന്നും ഒരു ഫ്ലൈറ്റ് ആകാശത്തോട്ട് പൊക്കാനുള്ള ഗട്ട്സ് ഉണ്ടോ? അതുകൂടാതെ ഇപ്പോൾ ഇറാൻ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി കാണിച്ച ഈ പ്രത്യേക പരിഗണന ഇസ്രായേൽ കാണിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നമ്മുടെ ആൾക്കാരെ അവിടെ നിന്ന് പ്രത്യേകമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഇസ്രായേലിന് സാധിക്കുമോ? അവർക്ക് അതിനുള്ള മനസ്സുണ്ടോ, അതിനുള്ള ഗട്ട്സ് ഉണ്ടോ എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തരാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. നിങ്ങളെല്ലാവരും എന്താണ് മനസ്സിൽ കരുതി വച്ചിരിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് പോലും അറിയില്ല. നിങ്ങൾ എന്തിനോ വേണ്ടി, ആർക്കോ വേണ്ടി എന്തൊക്കെയോ പറയുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കാൻ സംസാരിക്കുന്നു. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മഹത്വം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ നടന്ന ഈ ഒരൊറ്റ സംഭവം മതി. അതിലുപരി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഞാൻ പറയുകയാണ്, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ടാണ് നിങ്ങളൊക്കെ അവിടെ ഇപ്പോൾ സത്യമായിട്ടും ജീവിച്ചിരിക്കുന്നത്. ഇസ്രായേലിനെ പോലെ, നെതന്യാഹുവിനെ പോലെയുള്ള ഒരു ഭരണാധികാരിയാണ് ആയത്തുള്ള ഖമേനി എങ്കിൽ, ക്രൂരനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹമെങ്കിൽ, ഇസ്രായേലിൽ ജീവിക്കുന്ന സാധാരണക്കാരുടെ കാര്യം അവർ ചിന്തിക്കുക പോലുമില്ലായിരുന്നു. അവരിടിച്ച് നിരത്തിയനെ. ഇപ്പോൾ അമേരിക്ക 2 ആഴ്ചത്തെ സമയം കൊടുത്തിരിക്കുന്നത് ഇറാനോട് പറയുകയാണ്, വേണേ കയറിടിച്ച് നിർത്തിക്കോ, ഞങ്ങൾ 2 ആഴ്ചത്തേക്ക് ഇടപെടത്തില്ല. 2 ആഴ്ച കഴിഞ്ഞ് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അപ്പോൾ നോക്കാമെന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപ് 5 പൈസ നയാ പൈസ ഇസ്രായേലിനെ ഇക്കാര്യത്തിൽ സഹായിക്കാനായിട്ട് മുടക്കാൻ തയ്യാറല്ല. എന്നാൽ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഇസ്രായേലിന് വേണ്ടി വാദിക്കുന്ന ചില ആൾക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, അവരെല്ലാം വലിയ കോടീശ്വരന്മാരായതിനാൽ അവരുടെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, അവരെ പിണക്കാതിരിക്കാൻ വേണ്ടി ചിലതൊക്കെ പറയുന്നുവെന്ന് മാത്രം. നിങ്ങൾ ഇപ്പോൾ ഇസ്രായേലിൽ ജീവിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ജീവിക്കുന്നത് ശരിക്കും ഇറാൻ്റെ ദാക്ഷിണ്യത്തിലാണ്. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ അവിടെ നിൽക്കുന്നത് അപകടമാണ്. നിങ്ങളുടെ രാജ്യം കൂടുതൽ അക്രമവും കൂടുതൽ വൃത്തികേടും കാണിക്കാൻ ഈ സമയത്ത് മുതിർന്നാൽ ഇറാനിൽ നിന്നും കിട്ടുന്ന തിരിച്ചടി അവർക്ക് താങ്ങാൻ പറ്റാത്തത്ര വലുതായി പോകും. ഇറാൻ ഒരേ സമയം വളരെ മാന്യതയുള്ള രാജ്യമാണെങ്കിൽ അതേസമയം തന്നെ അത്യന്തം അപകടകാരിയായ ഒരു രാജ്യവുമാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് ഇറാനെതിരെ പറയുന്ന ആൾക്കാർ മനസ്സിലാക്കണം, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് നമ്മൾ കണക്കാക്കുന്ന പാകിസ്ഥാൻ നാളെ ഇന്ത്യക്കെതിരെ ഒരു യുദ്ധം ഇതേപോലെ ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ അന്ന് പാകിസ്ഥാൻ്റെ പടിഞ്ഞാറ് ഭാഗത്തിരുന്ന് അവർക്കെതിരെ സൈനിക നീക്കം ഇന്ത്യക്ക് വേണ്ടി നടത്താൻ മടിക്കാത്ത ഒരു രാജ്യമാണ് ഇറാൻ. ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ എന്നും ഇറാൻ ഉണ്ടാകും. ആ രാജ്യത്തിനെതിരെ ഇവിടെ ഇരുന്നുകൊണ്ട് ശബ്ദിക്കുന്ന നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം. നിങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യയെ സ്നേഹിക്കുന്നവരാണോ, രാജ്യസ്നേഹികളാണോ, വസ്തുതകൾ മനസ്സിലാക്കി പ്രതികരിക്കുന്നവരാണോ, അതോ ആർക്കോ വേണ്ടി, അങ്ങ് വിദേശത്തിരിക്കുന്ന ആർക്കോ വേണ്ടി ഇവിടെ ഇരുന്ന് നിലവിളിക്കുന്നവരാണോ? താങ്ക് യു.